രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. മടിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഡ്യൂട്ടിക്ക് പോയാലോ പറ്റുള്ളൂ. അപ്പം നീ നമ്മൾ വേഗം ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യലായിട്ടുണ്ടല്ലേ ഈ നടത്തം. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ ഡ്യൂട്ടിക്ക് പോകുന്നത്, ഇത് ഇവള് കൊണ്ട് കൂടെ. രാവിലെ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു മടി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി കിട്ടിയിട്ടോ. ഇനി അങ്ങ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നോളും. പിന്നെ വാടി വന്നു കഴിഞ്ഞപ്പോൾ മടിയാന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതേപോലെ പണിയുണ്ടായിരുന്നു. ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 4-5 ട്രേ കെ ഷീറ്റ് എഴുതാനുണ്ടായിരുന്നു. കെ ഷീറ്റിൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേറെ കുറച്ച് പരിപാടി. ഞാൻ ChatGPT നോക്കി എൻ്റെ സ്വന്തം ഫ്യൂച്ചർ പ്രവചിച്ച് എന്നെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടത്. അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ എനിക്കെന്തേ വയ്യേന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വാർഡ്മേറ്റ്സും. അങ്ങനെ എനിക്ക് എന്നെ തന്നെ പൊക്കി പറയാൻ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ. എന്തൊക്കെയല്ലേ ഇതിൻ്റെ അകത്തൊക്കെ പറയണേ. ഞാൻ ഇതുവരെ അങ്ങനെ കൈയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഉള്ളതാണോ എന്തോന്ന് തമ്പുരാനറിയാം. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു ചായ കുടിച്ചാലോ എന്നുള്ള പ്ലാനെ. രാവിലെ മഴയൊക്കെ പെയ്ത് ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചായക്കടയിലോട്ട് വിട്ടു. ഞങ്ങൾ 2 ചായയൊക്കെ മേടിച്ച് സ്ഥിരം ഇരിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നൊക്കെ അങ്ങനെ പെട്ടെന്നവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. ഒരു 3 മാസം കൂടി ഇങ്ങനെ തട്ടിമുട്ടി ചായ കുടിച്ച് പോകാൻ പറ്റണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എപ്പോഴും നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ 2 പേരാണെങ്കിൽ പിന്നെ ആളെണ്ണം കൂടും കേട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാർ വരും. പിന്നെ അവിടെ വന്നിരുന്നപ്പോൾ അവൾക്ക് നമ്മൾ ChatGPT നോക്കി ഫ്യൂച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂലിയായിട്ട് ഒരു ചായ കിട്ടി. ചൂട് ചായ നേരെ കുടിച്ചപ്പോൾ പുള്ളേൻ്റെ ഒരു റിയാക്ഷൻ ആട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.